ഹായ് ഓൾ, നിഹ ഫ്രോക്ക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ? വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക കേട്ടോ. കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കണ്ട നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ചുരിദാറിൻ്റെ ക്ലാസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അഡ്മിഷൻ എടുക്കണം എന്ന് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് എന്ന് പറയുന്നത് സ്റ്റിച്ച് ചെയ്യാൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് അറിയാം, പക്ഷെ കട്ട് ചെയ്യാൻ ഭയങ്കര പേടിയാണ് എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളെ അടുത്ത് പറയാറുണ്ട്, സ്റ്റിച്ച് ചെയ്യും, ഷാറായിട്ട് സ്റ്റിച്ച് ചെയ്യും, നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ എന്ത് മോഡലാണെന്നുണ്ടെങ്കിലും സ്റ്റിച്ച് ചെയ്യാൻ അറിയാം. പക്ഷേ എന്താണ്, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭയമാണ്. കാരണം തയ്യൽ തുമ്പോ കാര്യങ്ങളൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യുക, ക്ലോത്ത് വേസ്റ്റ് ആയി പോകൂലേ എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാൻ പേപ്പർ കട്ടിങ് ഏതൊരു കാര്യം ചെയ്തു നോക്കും. ഫസ്റ്റ് ടൈം ക്ലാസ്സിലായാലും നമ്മൾ ആദ്യം നല്ല പോലെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പേപ്പർ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കട്ടിങ്ങിലോട്ടൊക്കെ കിടക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യണം, പേപ്പർ കട്ടിങ് ചെയ്ത് പഠിക്കുക. അതിനുശേഷം നമ്മൾ പതിയെ എന്ത് ചെയ്യുക, ക്ലോത്തിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ സ്വയം കട്ട് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു കാര്യത്തിൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ അറിവുകളും ഉണ്ടാവുകയുള്ളൂ. നമ്മൾ കട്ട് ചെയ്യാൻ ഭയമാണ്, എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞിരുന്നാൽ നമുക്ക് എന്നും അത് മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളായിട്ട് നമ്മളൊരു വേസ്റ്റ് ക്ലോത്തിലൊക്കെ ജസ്റ്റ് യോക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്യുക വേസ്റ്റ് ക്ലോത്തിൽ, അതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയും ചെയ്യുക കേട്ടോ. അങ്ങനെ ആകുമ്പോൾ എന്താണ്, നമുക്ക് ഒരു യോക്ക് എന്തായാലും നമ്മളുടെ പാളും എന്നുള്ളത് 199.9% നമുക്ക് ഉറപ്പാണ്. പക്ഷെ നമുക്ക് അതിലുള്ള ഫാൾട്ടുകളൊക്കെ തിരുത്തിയിട്ട് അടുത്ത ഒരു യോക്ക് നമുക്ക് ഉഷാറായിട്ട് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഒരു യോക്കും കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അതിലേറെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, യോക്ക് കട്ടിങ്ങൊക്കെ പഠിക്കേണ്ടത്. ഓരോ ഫാൾട്ടുകളും നമ്മളെ കയ്യിൽ നിന്ന് ഉണ്ടാവുന്ന സമയത്ത് നമ്മളതൊക്കെ തിരുത്തി നല്ലൊരു യോക്കിലേക്ക് നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേന് എത്തും. അങ്ങനെയാണ് ചെയ്യുക. ഒരു 3-4 യോക്ക് ചെയ്യുമ്പോഴത്തേന് തന്നെ നമുക്ക് അത്യാവശ്യം അറിവുകളൊക്കെ കിട്ടും കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് പേടിയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ക്ലാസ്സുമായിട്ട് ബന്ധപ്പെടുക. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമുക്ക് യോക്കിൻ്റെ കട്ടിങ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ആരാണോ അവർ നമ്മളെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. ഏത് വർക്കാണെന്നുണ്ടെങ്കിലും അവരുടെ അടുത്ത് നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുവിധം കട്ടിങ്ങൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളെ കട്ടിങ്ങുകൾ നമുക്ക് എളുപ്പമാവാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നല്ല എക്സ്പീരിയൻസ് വേണം. തുടരെ നമ്മൾ വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മളെ മക്കൾക്ക് തന്നെ നമ്മുടെ കയ്യിലുള്ള പഴയ ഷോള്, നൈറ്റി, സൽവാർ, അതുപോലെ തന്നെ പഴയ സാരികൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ആദ്യം പഠിച്ചാൽ മതി. പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ കോട്ടണിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ശ്രമിക്കട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്തിനെ ഒന്ന് ഒതുങ്ങി കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് നമ്മൾ കോട്ടണിൽ തന്നെ പഠിക്കണം എന്ന് പറയുന്നത്. നമുക്ക് ക്ലോത്തിനെ ആദ്യം ഒന്ന് നമുക്ക് ലെവലായിട്ട് കിട്ടണം. പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ നെക്ക്, അതുപോലെ തന്നെ ആം ഹോള്, അതൊക്കെ ഒരു കർവ് രൂപത്തിൽ, ഒരു റൗണ്ട് ഷേപ്പിലൊക്കെയാണ് അത് വരുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ക്ലോത്തിനൊക്കെ ഒന്ന് വളച്ച് തിരിച്ച് അങ്ങനെയൊക്കെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കോട്ടണിൽ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിക്കണം എന്ന് മിക്കവാറും പറയുന്നത്. അപ്പോൾ കോട്ടണിൽ പഠിക്കായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഇനി അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാത്ത മെറ്റീരിയൽസിലും നമുക്ക് പഠിക്കാവുന്നതാണ്. ഏതിൽ നമ്മൾ പഠിക്കുകയാണ് എന്നുണ്ടെങ്കിലും ഓരോ ഭാഗങ്ങൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പിൻ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക. അതിന് നിങ്ങൾ ബിഗിനേഴ്സ് എന്നത് മാത്രമല്ല, നമ്മൾ അത്യാവശ്യം ഒരു മീഡിയം സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർ വരെ ആ ഒരു രീതിക്കാണ് ചെയ്തെടുക്കുക കേട്ടോ. കാരണം നമ്മുടെ ക്ലോത്ത് തെന്നി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മാർക്കിങ്ങുകളും എല്ലാം നമുക്ക് മിസ്സാവുന്നതാണ്. കുറേ തയ്യൽ തുമ്പുകളൊക്കെ ചിലപ്പോൾ നമുക്ക് കൂടിപ്പോവും. തയ്യൽ തുമ്പിലൊക്കെ നമുക്ക് വേരിയേഷൻസ് വരും. നമ്മൾ സ്റ്റിച്ചുകൾ പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അതുപോലെ തന്നെ ലൈനിങ്ങും മെയിൻ ഫാബ്രിക്കും ഒരുപോലെ നമ്മൾ ഒതുക്കി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ പീസ് ഇങ്ങനെ പൊന്തി കിടക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ലൈനിങ് പീസ് ഇങ്ങനെ പൊന്തി കിടക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫിനിഷിങ് നമുക്ക് നഷ്ടപ്പെടുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ലൈനിങ് ഇല്ലാതെ ഒരു 2 തവണ 3 തവണ ഒക്കെ ചെയ്ത് നോക്കുക. അതിനുശേഷം നമ്മൾ ലൈനിങ് വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലാസ്സിലൊക്കെ, നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ ആ ഒരു രീതിക്കാണ് ഫോളോ ചെയ്ത് പോരുന്നത്. ആദ്യത്തെ 2-3 ഫ്രോക്കുകൾ നമ്മൾ ലൈനിങ് ഇല്ലാതെ ക്രോസ് പീസൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുക്കുക. അതിനുശേഷം പിന്നെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലൈനിങ് ഒക്കെ വെച്ചിട്ട് ചെയ്യും. അപ്പോൾ തന്നെ കുട്ടികൾ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ടാവും യോക്കിൻ്റെ കാര്യത്തിൽ. പിന്നെ നമ്മളിങ്ങനെ കോട്ടണിൽ ഓരോന്ന് എല്ലാ ഫ്രോക്കുകളും നമ്മൾ ബോഡി പോർഷൻ ആയാലും സ്കേർട്ട് പോർഷൻ ആയാലും ഒക്കെ
തയ്യൽ തുമ്പ് കാണാതെ നെക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ പോരുമ്പോൾ നമുക്ക് നെറ്റിക്ക് കടക്കുമ്പോൾ അത് മക്കൾക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യാറില്ല. നല്ല ഉഷാറായിട്ട് തന്നെ ഫസ്റ്റ് നെറ്റ് ഫ്രോക്കൊക്കെ നമ്മളെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി ഓരോ യോക്കുകൾ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇടയിൽ മാത്രം ചെറിയ ലീവുകൾ മാത്രമേ നമ്മുടെ ക്ലാസ്സിൽ ഉണ്ടാവാറുള്ളൂ. നമ്മൾ ഡെയിലി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു യോക്കിൻ്റെ ഒരുപാട് തെറ്റുകൾ നമുക്ക് തിരുത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പോൾ നമ്മൾ ഇന്നൊരു യോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട്, ഇല്ലെങ്കിൽ വേണ്ട ഒരു 4-5 ദിവസം കഴിഞ്ഞിട്ടെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല. പക്ഷെ നമ്മൾ ഡെയിലി ഒരു 2-3 ദിവസം നമ്മൾ അടുപ്പിച്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ആ ഒരു യോക്കിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ബിഗിനേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ ആ ഒരു രീതിക്ക് ചെയ്യുക. ഒരിക്കലും ഒരാൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തരാനുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കസിൻസോ ഇല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റേഴ്സോ ആരെങ്കിലുമൊക്കെ നമുക്ക് സ്റ്റിച്ച് കട്ട് ചെയ്ത് തരാനൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളത് വിചാരിച്ചിട്ട് എന്ത് ചെയ്യരുത്, എപ്പോഴും അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കരുത്. നമുക്ക് പെട്ടെന്നൊരാവശ്യം വന്ന് നമുക്കൊരു ഡ്രസ്സ് നാളേക്ക് സ്റ്റിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാളെ തന്നെ ആശ്രയിക്കണ്ടേ. അപ്പോൾ അത് വേണ്ട. നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നെ ചെറിയ മക്കളത് പഠിച്ചാൽ മതി. നമ്മൾ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ഓരോ യോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. അതിന് ശേഷം വേണം നമ്മൾ എന്ത് ചെയ്യാൻ, നല്ല ഫാബ്രിക്കിലൊക്കെ വലിയ വരുതിയിലൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അത്ര കണ്ടിട്ട് ബുദ്ധിമുട്ട് തോന്നൂല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞാൽ ഓരോ ഓപ്ഷൻ എന്ന് പറയാൻ നമ്മുടെ വല്ല ക്ലാസ്സിലും കാര്യങ്ങളിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരും. അതുപോലെ തന്നെ നമ്മൾ മിസ്സായാലും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. 2 ഓപ്ഷനുകളുണ്ട്. ഒന്ന് നമ്മൾ എക്സ്പീരിയൻസ്, ഒന്ന് നമ്മൾ വല്ല ക്ലാസ്സിലും ജോയിൻ ചെയ്യുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറ്റും, സ്റ്റിച്ചിങ് ഒക്കെ ഉഷാറാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ബിഗിനേഴ്സിക്ക് ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തയ്യൽ തുമ്പും കാര്യങ്ങളും വിട്ടു കൊടുക്കുക. ചെസ്റ്റിൻ്റെ ഭാഗത്ത്, വേസ്റ്റിൻ്റെ ഭാഗത്ത്, പിന്നെ അതേപോലെ ലെങ്ത്തിൻ്റെ കാര്യത്തിൽ അത്രയ്ക്ക് നമുക്ക് മാക്സിമം തയ്യൽ തുമ്പുകൾ കൂട്ടിയിടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഷോൾഡർ, നെക്ക്, ആം ഹോള് അവിടെ നിന്ന് നമുക്ക് ഒരുപാട് തയ്യൽ തുമ്പുകളൊന്നും ഇടാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ആദ്യം സ്ലീവ്ലെസ് ആയ ഫ്രോക്കുകൾ ചെയ്ത് നോക്കുക. പിന്നെ പതിയെ നമ്മൾ ആദ്യം ഒരു ഫ്രോക്ക് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പിറ്റത്തെ ദിവസം തന്നെ നമ്മളൊരു സ്ലീവ് വെച്ചിട്ടുള്ള ഫ്രോക്ക് ചെയ്തെടുക്കരുത് ഒരിക്കലും. നമ്മൾ ആദ്യം ഒരു യോക്ക് നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ സ്ലീവ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അതിന് ശേഷം പിന്നെ നമുക്ക് ഓരോ മോഡലുകളും സ്റ്റിച്ച് ചെയ്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഓരോരോ സ്റ്റെപ്പുകൾ കടന്നിട്ട് വേണം നമ്മൾ മുന്നേറാൻ വേണ്ടിയിട്ട്. ആദ്യം തന്നെ നമ്മൾ ധൃതി പിടിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തെടുക്കരുത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഏതിലും നമുക്കൊരു ഫിനിഷിങ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ടോപ്പിക്കോട് കൂടിയിട്ട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ചുരിദാറിൻ്റെ ക്ലാസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ സ്റ്റുഡൻസിൻ്റെ ആവശ്യപ്രകാരം മാത്രമാണ് നമ്മൾ ആ ഒരു ക്ലാസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി.